إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وأصدق الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇസ്ലാം കാര്യങ്ങളിൽ ഷഹാദത്ത് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ ഇബാദത്ത് അത് നമസ്കാരമാണ്. ആ നമസ്കാരം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ളത് അത് ഏഴാം ആകാശത്ത് വെച്ചാണ്. അത് അതിൻ്റെ പ്രാധാന്യമാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ആരാണോ നമസ്കാരം അത് ഉപേക്ഷിച്ച് വരുത്തുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നുവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയതായി കാണാം. അത്രയും പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ട ആ നമസ്കാരം ഒരു വേള ഇന്ന് ആളുകളുടെ കൂട്ടത്തിൽ എല്ലാ ആളുകളും നമസ്കരിക്കാനുള്ള ഒരു ഉത്സാഹം കാണിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ചെയ്യുന്ന കർമ്മം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ എങ്ങനെയാണ് ഉണ്ടായിരിക്കുക എന്ന് നാം ഒരു വേള ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് രീതിയിലാണ് ഏതൊരു ആരാധനാ കർമ്മത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. ഒന്ന്, ആ ആരാധനാ കർമ്മം ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്, അത് അവൻ നിറവേറ്റിയിട്ടുണ്ടോ. രണ്ടാമത്തേത്, ആ കർമ്മം എത്ര താല്പര്യത്തോടെയും ഏത് രീതിയിലുമാണ് അവൻ ചെയ്തിട്ടുള്ളത്, അതിനനുസരിച്ചുള്ള കൂലി നൽകും. ഒന്നവൻ വാജിബ് എന്ന നിർബന്ധ കർമ്മം അവൻ വീട്ടിയിട്ടുണ്ടോ, മറ്റൊന്ന് അതിനു വേണ്ടിയിട്ടുള്ള പ്രതിഫലം, അതെല്ലാം വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത രീതിയിലായിരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. ധാരാളം ആളുകൾ നമസ്കരിച്ചപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞു, ഈ കൂട്ടത്തിൽ നിന്ന് 1/6 കൂലി ലഭിച്ച ആളുകളുണ്ട്, 5/1 കൂലി ലഭിച്ച ആളുകളുണ്ട്, 3/1 കൂലി ലഭിച്ച ആളുകളുണ്ട്, പകുതി കൂലി ലഭിച്ച ആളുകളുണ്ട് എന്നെല്ലാം വ്യത്യസ്ത പദവി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്തുകൊണ്ടാണ് എല്ലാ ആളുകളും ഒരുപോലെയല്ല നമസ്കരിക്കുക, അതിന് പ്രത്യേകം ദറജകളുണ്ട്. ആ നമസ്കാരത്തെ ഓരോ ആളുകളും സമീപിക്കുന്ന ഒരു രീതിയുണ്ട്. ഈ രീതിയോടാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവന് നൽകുന്ന കൂലി നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ നമസ്കാരം ഏറ്റവും നല്ല രീതിയിൽ അയാൾ സമീപിക്കുകയാണെങ്കിൽ മുഴുവൻ കൂലി അയാൾക്ക് ലഭിക്കും. എന്നാൽ അയാൾ വേണ്ടത്ര രീതിയിലൊന്നും അതിനെ പരിഗണിക്കാതെ, തോന്നുമ്പോൾ സമയമൊന്നും പരിഗണിക്കാതെ തോന്നിയ സമയത്ത് നമസ്കരിക്കുന്നു, അതിന്റെ കൃത്യമായ ഷർത്തുകളും റുക്കനുകളും ഒന്നും പാലിക്കാതെ പല രീതിയിലാണ് അയാൾ നമസ്കരിക്കുന്നതെങ്കിൽ ആ കൂലിയിൽ അയാൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ഒരു വേള ആ നിസ്കാരത്തിന്റെ കൂലി തന്നെ അയാൾക്ക് ലഭിക്കാതെ പോകുമെന്നാണ്. എന്നാൽ ആ കൂലി ലഭിക്കുക എന്നതിൽ തന്നെ ചില ആളുകൾക്ക് കൂലി ലഭിക്കുക എന്നത് മാത്രമല്ല, ആ നമസ്കാരം തന്നെ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. അതാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പലവേള ഞാൻ സൂചിപ്പിച്ചതാണ്. 5 തരം നമസ്കാരക്കാരെ കുറിച്ച് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നതായി കാണാം. ഒന്നാമത്തെ രീതിയിലുള്ള ആളുകൾ ഇൻതഖസമിൻ വുദൂഇഹാ വമവാഖിതിഹാ വഹുദൂദിഹാ വഅർകാനിഹാ എന്നാണ്. ചില ആളുകളുണ്ട് വുദൂഇലും അതുപോലെ സമയത്തിലും അതിന്റെ അർക്കാനുകളിലും ഷർത്തുകളിലുമെല്ലാം വേണ്ടത്ര രീതിയിൽ ഒരു പരിഗണന നൽകാതെ, കൃത്യമായ സമയത്ത് വരാതെ, ഷർത്തിലൊന്നും കൃത്യമായിട്ടൊന്നും ശ്രദ്ധിക്കാതെ, അതിന്റെ റുക്നുകൾ ഇന്നതാണെന്ന് മനസ്സിലാക്കി അത് കൃത്യമായി ചെയ്യാതെ അങ്ങനെയാണ് അയാൾ നമസ്കരിക്കുന്നതെങ്കിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു വഹുവ മുആഖിബുൻ, അയാൾ പാപാർഹനാണ്, അയാൾ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. ആ ചെയ്യുന്ന കർമ്മം നമസ്കാരം അയാളിൽ നിന്ന് സ്വീകരിക്കുകയില്ല എന്നാണ്. രണ്ടാമത്തെ തരം നമസ്കാരക്കാരെ കുറിച്ച് പറഞ്ഞു മുഹാസബുൻ, ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു തആല അയാളെ വിചാരണ ചെയ്യും. എന്താണ് ഈ കാര്യങ്ങൾ? അയാൾ നേരെ നിസ്കരിക്കുന്നുണ്ട്, വുളു എടുക്കുന്നുണ്ട്, റുക്ന് ശ്രദ്ധിക്കുന്നുണ്ട്, ഷർത്ത് ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ നമസ്കാരത്തിനാൻ പ്രവേശിച്ച പിന്നീട് അയാളുടെ ശ്രദ്ധ പലയിടത്താണ്. നാട്ടിലുള്ള ബിസിനസ്സും നാട്ടിലുള്ള പല ചർച്ചകളും അയാളുടെ മനസ്സിലേക്ക് ആ ചിന്തയിൽ അങ്ങനെ പോകുന്നു. ഒരു വേള എത്രയാണ് നമസ്കരിച്ചതെന്ന് പോലും അയാൾക്ക് ഓർമ്മയില്ലാത്ത അവസ്ഥ. ഈ അവസ്ഥക്കാരെ കുറിച്ച് പറയുകയാണ് വഹുവ മുഹാസബുൻ, അയാളെ അല്ലാഹു സുബ്ഹാനഹു തആല ശക്തമായി ചോദ്യം ചെയ്യും. എന്തുകൊണ്ട്? ആ ചിന്തക്കെതിരെ പോരാടിയില്ല, ആ പിശാചിനെതിരെ പോരാടിക്കൊണ്ട് നമസ്കാരം കൃത്യമായി നിങ്ങൾ നിർവഹിച്ചില്ല, അള്ളാന്റെ വിചാരണ ഉണ്ടാവുന്നതാണ്. മൂന്നാമതായിക്കൊണ്ട് മുകഫറുൻ അൻഹു, ചില ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. ഏതാണ് ആ പുറത്തു കൊടുക്കുന്ന ആളുകൾ? ജാഹദ നഫ്സഹു ഫീ ദഫ്ഇൽ വസ്വാസ് വൽ അഫ്കാർ, ആ മനസ്സിലിങ്ങനെ ചിന്തകൾ വരുന്നുണ്ട്, പിശാച് കൊടുന്ന് വിട്ടുതരുന്നുണ്ട് ഓരോ ചിന്തകൾ, പക്ഷേ അതിനൊന്നും അയാൾ വകവെക്കുന്നില്ല. പിശാചിനോട് മല്ലടിച്ചുകൊണ്ട് അള്ളാഹുവിനേക്ക് ഓർത്തോർത്ത് അടുത്തുകൊണ്ട് നമസ്കാരം ചെയ്യുന്ന ചില ആളുകൾ, അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് അത് മുതലാണ് അയാൾക്ക് പ്രതിഫലം ലഭിച്ചു തുടങ്ങുന്നത്. മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നിസ്കാരം തന്നെ ഒരു വേള ബാത്തിലായി പോകുമെന്നാണ്. ഈ മൂന്നാമത്തെ വിഭാഗത്തിലെങ്കിലും മിനിമം നമ്മൾ ഉൾപ്പെടണം. ഇല്ല എങ്കിൽ ആ നമസ്കാരം വെറുതെ ഒരു നമസ്കാരമായി പോയി അതിനൊന്നും ഒരു പ്രതിഫലവും ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകുമെന്നാണ്. നാലാമത്തെ ആളുകൾ നമസ്കാരത്തിന്റെ ഷർത്തും ഫർളും അതിന്റെ വാജിബാത്തുകളും അർക്കാനുകളുമെല്ലാം എല്ലാം കൃത്യമായി ചെയ്ത ആളുകൾ, ഈ ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു തആല കൃത്യമായി പ്രതിഫലം നൽകുക എന്നാണ്. ഏറ്റവും നല്ല നമസ്കാരക്കാരെ കുറിച്ച് അവസാനമായി സൂചിപ്പിച്ചു മുഖറബും മിർ റബ്ബിഹി, അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത ചില നമസ്കാരക്കാരുണ്ട്. ആരാണ്? മശ്ഗൂലുൻ ബിറബ്ബിഹി അസ്സ വജല്ല ഖരീറുൽ ഐനി ബിഹി, അല്ലാഹനെ കാണുന്നുണ്ട് എന്ന പോലെ, അല്ലാഹുവിനെ കാണുന്നുണ്ട് എന്ന പോലെ, അല്ലാഹ് എന്നെ ഏതായാലും കാണുന്നുണ്ട്, ആ അല്ലാഹുവിനെ ഞാൻ മുമ്പിൽ കാണുന്നു എന്ന പോലെ ഒരാൾ അല്ലാഹുവിനെ ഏറ്റവും സൂക്ഷിച്ച് നമസ്കരിച്ചാൽ അയാൾക്കാണ് ഏറ്റവും അല്ലാഹുവിന്റെ അടുക്കലുള്ള നമസ്കാരക്കാർ എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സൂചിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, ആ മിനിമം ഒരു റേഞ്ചിലെങ്കിലും നമ്മൾ എത്തണം. അതിന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം എന്താണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ, എന്താണ് നിസ്കാരത്തിന്റെ വാജിബാത്തുകൾ, ഏതാണ് റുക്ന്, ഇതൊക്കെ ഒന്ന് കൃത്യമായി മനസ്സിലാക്കണം. നിസ്കരിക്കാൻ അറിയല്ലോ, അതിനെ തക്ബീറൻ കെട്ടി അവസാനം സലാമിൽ അവസാനിക്കുന്നുണ്ട്, ഇതാണല്ലോ നിസ്കാരം, ഇതൊക്കെ നിസ്കാരാണ്. സഹോദരങ്ങളെ, ആ നിസ്കാരത്തിന്റെ ഇടക്ക് ഏതെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യണം? ചെയ്യാൻ പല കാര്യങ്ങളുണ്ട്. ഒരു വേള ചിലപ്പോൾ റക്അത്ത് വീണ്ടും നിസ്കരിക്കേണ്ടി വരും,
ചിലപ്പോൾ ഒരു സഹുവിന്റെ സുജൂദ് ചെയ്താൽ മതിയാവും. എന്നാൽ ഏതാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി എങ്ങനെ മനസ്സിലാകും? അത് മനസ്സിലാകണമെങ്കിൽ ഷർത്ത് പഠിക്കണം. അത് മനസ്സിലാകണമെങ്കിൽ അർക്കാൻ എന്താണെന്ന് പഠിക്കണം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറയാ, ഞാൻ എൻ്റെ ഭർത്താവിന്റെ കൂടെയാണ് നമസ്കരിക്കാറുള്ളത്. ഈയിടെയായിട്ട് ഭർത്താവിന് വാർദ്ധക്യം ബാധിച്ച് അദ്ദേഹത്തിന്റെ മറവി സംഭവിച്ചുകൊണ്ടിരിക്കുക. ചില സമയത്തൊക്കെ ഒന്നാമത്തെ സുജൂദ് ചെയ്തിട്ട് ഭർത്താവ് നേരെ അടുത്ത റക്അത്തിലേക്കാണ് പ്രവേശിക്കും. ഒരു റുക്ന്, 2 റുക്നുകൾ അവിടെ നഷ്ടപ്പെട്ടു. ഒരു സുജൂദും പോയി, അതിന്റെ ഇടയിലുള്ള ഒരു ഇരുത്തം, 2 റുക്നുകൾ നഷ്ടപ്പെട്ടു. ഞാൻ എന്ത് ചെയ്യും? ഞാൻ സുബ്ഹാനല്ലാഹ് ചെല്ലുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നില്ല. അവരങ്ങനെ പോകുന്നു. നമസ്കാരം കഴിഞ്ഞ് ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാണ്? ഞാൻ അവരുടെ പിറകെ മഅ്മൂമായി നിസ്കരിക്കും. അവസാനം ഞാൻ എന്ത് ചെയ്യും? 2 സഹുവിന്റെ സുജൂദ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമസ്കാരം അവസാനിപ്പിക്കുന്നതാണ്. റുക്ന് നഷ്ടപ്പെട്ട സഹുവിന്റെ സുജൂദിനെ അവസാനിപ്പിക്കാൻ പറ്റൂല. ആ റുക്ന് വീണ്ടെടുക്കണം. ആ നമസ്കാരം ആദ്യം മുതൽ നിസ്കരിക്കണം. നിസ്കാരത്തിൽ ഓർമ്മ വന്ന ആ നിസ്കാരത്തിൽ തന്നെ റുക്ന് വീണ്ടെടുക്കാനാണ്. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഏതാണ് റുക്ന് എന്ന് മനസ്സിലാക്കണം, ഏതാണ് ഷർത്ത് മനസ്സിലാക്കണം, ഏതാണ് വാജിബാത്തുകൾ എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, കൃത്യമായി കൊണ്ട് ആ നിസ്കാരത്തിന്റെ റുക്നുകളും ഷർത്തുകളും കൃത്യമായി പഠിക്കണമെന്നാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഷർത്തുകളും അതുപോലെ റുക്നുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നമസ്കാരത്തിന്റെ ഷർത്തുകൾ അത് 9 എണ്ണാണ്. 9 ഷർത്തുകളാണ് നമസ്കാരത്തിനുള്ളത്. ഒന്നാമത്തേത് അൽ ഇസ്ലാം, അവൻ മുസ്ലിം ആയിരിക്കണം. ഒരാൾ മുസ്ലിം ആയിക്കൊണ്ട് നമസ്കരിച്ചാലേ അയാളുടെ നിസ്കാരം അത് അല്ലാഹ് സ്വീകരിക്കുകയുള്ളൂ എന്നാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാന്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാമാണ്. ആ ഇസ്ലാമിലായിക്കൊണ്ടാണ് ഏതൊരു കർമ്മം ചെയ്താലും അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് നിസ്കരിക്കുമ്പോഴും നമ്മളൊരു മുസ്ലിമാണോ എന്ന് നമ്മൾ കൃത്യമായി കൊണ്ട് അന്വേഷിക്കണം. അത് കൃത്യമായി കൊണ്ട് നമ്മൾ ഉറപ്പുവരുത്തണം. രണ്ടാമത്തേത് അൽ ആഖിൽ, ബുദ്ധി ഉണ്ടായിരിക്കണം എന്നാണ്. ബുദ്ധിയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിസ്കാരം നിർബന്ധമല്ല. ചില വീട്ടിലൊക്കെ പ്രായമായിക്കൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ട് ഒന്നും സംസാരിക്കുന്നത് ഒരു വകതിരിവില്ലാതെ സംസാരിക്കുന്ന ചില മാതാപിതാക്കളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് നിസ്കരിപ്പിക്കുന്ന ആളുകൾ. ഈമാൻ കൂടിയിട്ടാന്നാ കരുതുക. ഇത് ഈമാൻ കൂടിയിട്ടൊന്നല്ല, അറിവില്ലാറ്റ. അവർ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അവർ നിസ്കരിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നിസ്കാരം സ്വീകരിക്കൂല. കാരണം അവരിൽ നിന്ന് ഈ ഷർത്ത് ബാത്തിലായിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഷർത്ത് ആഖിൽ, അയാൾക്ക് ബുദ്ധി ഉണ്ടായിരിക്കണം എന്നാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു സ്ത്രീയെ വ്യഭിചാരത്തിന്റെ കുറ്റം ആരോപിച്ച് അവർ ആ വ്യഭിചാരം അത് സമ്മതിച്ചിട്ടുണ്ട്, അവരെ അത് വധിക്കാൻ വേണ്ടി ഉത്തരവിട്ടു. ആ സമയത്താണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എത്തുന്നത്. അവരെ നോക്കിയിട്ട് പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു ഇവര് ഭ്രാന്തിയാണ്, അവർക്ക് മാനസിക നില തെറ്റിയിട്ടുള്ള ഭ്രാന്ത് ബാധിച്ചൊരു സ്ത്രീയാണ്. എങ്ങനെ ഇവരുടെ മേൽ ഈ ഒരു വിധി വിധിക്കാൻ സാധിക്കും? അവരെ വധിക്കാൻ പാടില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, 3 ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല കലം ഉയർത്തിയിട്ടുണ്ട്, പേന ഉയർത്തിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തൂല എന്നാണ്. അവർ ചെയ്തിട്ടില്ലേ അല്ലാഹ് ചോദിക്കൂല, എന്തേ ചെയ്യാത്തത് അല്ലാഹ് ചോദിക്കൂല എന്നാണ്. ഏതാണ് 3 ആളുകൾ? ഒന്നാമത്തെ ആളുകൾ അസ്സഗീർ ഹത്താ യബ്ലുഗ്, ചെറിയ കുട്ടികൾ, അവർക്ക് പ്രായപൂർത്തി എത്തുന്നത് വരെ അല്ലാഹ് അവർ ചെയ്യാത്തതിനെയും എന്തൊക്കെ ചെയ്തു അതൊന്നും അല്ലാഹ് നോക്കൂല എന്നാണ്. രണ്ടാമത്തേത് അനിൻ നാഇം ഹത്താ യസ്തൈഖിദ്, ഉറങ്ങുന്ന ആളുകൾ, വല്ലാതെ ഉറക്കത്തിൽ പെട്ടുപോയി, നല്ല ഉറക്കത്തിലാണ്, അയാൾ ഉണർന്ന് എഴുന്നേൽക്കുന്നത് വരെ അയാളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹ് ചോദിക്കൂല. ഒരാൾ ഒരു വഖത്തിന്റെ സമയത്ത് ഗാഢമായി ഉറങ്ങിപ്പോയി, ആ സമയത്ത് അയാൾക്ക് ഒരു വഖത്ത് നഷ്ടപ്പെട്ട് അടുത്ത വഖത്തിലാണ് നീക്കുന്നതെങ്കിൽ അയാൾ അല്ലാഹ് ചോദിക്കൂല. എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് ആ ഉടനെ എഴുന്നേറ്റുകൊണ്ട് അയാൾ ആ വഖത്ത് നിസ്കരിക്കണം. വിട്ടുപോയ നമസ്കാരം അത് വീണ്ടെടുക്കണം എന്നാണ്. മൂന്നാമത് പറഞ്ഞു അനിൽ മസാബി ഹത്താ യക്തശിഫ, ഒരാൾക്ക് ബാധിച്ചു, അയാൾക്ക് ഭ്രാന്ത് ബാധിച്ചാൽ ആ ഭ്രാന്ത് അയാളിൽ നിന്ന് നീങ്ങുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ ചോദ്യം ചെയ്യൂല. ഈ 3 ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പേന ഉയർത്തിയിട്ടുണ്ട്, ഒന്നും രേഖപ്പെടുത്തുകയില്ല എന്നാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ഷർത്ത് അൽ അഖൽ, ബുദ്ധി ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത് അത്തംയീസ്, വകതിരിവെത്തണം. വകതിരിവെത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം മാത്രമേ അയാൾക്ക് നിസ്കാരം അത് നിർബന്ധമായിട്ടുള്ളൂ എന്നാണ്. എന്താണ് ഈ വകതിരിവെത്തുക? അത് പണ്ഡിതന്മാർ പറഞ്ഞു, സാധാരണയായിക്കൊണ്ട് 7 വയസ്സാകുക എന്നുള്ളതാണ് വകതിരിവെത്തുക. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറു ഔലാദകും ബിസ്സലാത്ത്, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ കൽപ്പിക്കണം. 7 വയസ്സായാൽ വഹും അബ്നാഉൻ 7 സിനീൻ, 7 വയസ്സായാൽ നിങ്ങളുടെ മക്കളോട് നമസ്കാരം കൽപ്പിക്കുക. ആ നമസ്കാരം അത് 7 വയസ്സായാൽ കൽപ്പിച്ചു തുടങ്ങണം.
അങ്ങനെ 10 വയസ്സായാൽ പിന്നീട് നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അപ്പോഴാണ് അടി തുടങ്ങേണ്ടത്. നമ്മൾ 10ലാണ് പറച്ചിൽ തുടങ്ങുന്നത്, പിന്നെ അവിടെ അടി തുടങ്ങും. പറച്ചിലും അടി ഒപ്പം തുടങ്ങാനല്ല പറഞ്ഞത്. ആദ്യം എന്ത് ചെയ്യണം? 7 വയസ്സ് മുതൽ പറയണം. പറഞ്ഞ് കൂടെ കൊണ്ടുപോയി പള്ളിയിലേക്ക് കൊണ്ടുപോയി ശീലിപ്പിക്കണം. ആ ശീലിപ്പിച്ച് 3 കൊല്ലക്കാകുമ്പോഴത്തേന് ആ കുട്ടിക്ക് ശീലമാകും. സ്വാഭാവികമായും അത് ശീലമായി 10 വയസ്സാകുമ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോഴാണ് അടിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അപ്പോൾ 3ാമത്തെ ഷർത്ത് അത്തംയീസ്. തംയീസ് എന്ന് പറഞ്ഞാൽ വകതിരിവെത്തുക എന്നുള്ളതാണ്. 4ാമത്തേത് അന്നിയ്യ, നീയത്തുണ്ടാവുക. ഇന്നമൽ അഅ്മാൽ ബിന്നിയാത്ത്. ഇന്നമൽ അഅ്മാൽ ബിന്നിയാത്ത്. എല്ലാ കർമ്മങ്ങളും അത് നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമസ്കരിക്കാൻ വരുമ്പോൾ നമുക്ക് ആ നമസ്കാരം അത് നീയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. നിസ്കാരം സമയത്ത് ഏതൊരാളും നിസ്കരിക്കാൻ വരുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശമുണ്ട്, നിസ്കരിക്കാനാണെന്നുള്ളത്. അതിലൊന്നും ആർക്കും തെറ്റാറില്ല. പക്ഷെ നീയത്ത് ഉണ്ടാകണം. ഇപ്പൊ സുബ്ഹിയാണ് ഒരാൾ നിസ്കരിക്കുന്നതെങ്കിൽ ആ സമയത്ത് 2 റക്അത്താണ് സുന്നത്ത്. സുബ്ഹിന്റെ റക്അത്ത് 2 റക്അത്താണ്. കൈ കെട്ടുമ്പോൾ ഓർമ്മ വേണം, ഞാൻ നിസ്കരിക്കുന്നത് സുന്നത്താണോ ഫർളാണോ. അതാണ് നീയത്ത്. ആ കൃത്യമായി ഏത് നിസ്കാരം നിസ്കരിക്കുന്നത്, എത്ര റക്അത്താണ് നിസ്കരിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്, കൃത്യമായിക്കൊണ്ട് മനസ്സിലൊരു നീയത്ത് വേണം. അതിങ്ങനെ കരുതണം, ചൊല്ലി പറയേണ്ടതല്ല. അത് നമ്മുടെ മനസ്സിൽ ഒരു നീയത്ത്, ഒരു ഉറച്ച തീരുമാനമുണ്ടോ, അതിനാണ് നീയത്ത് എന്ന് പറയുക. അതാണ് 4ാമത്തെ ഷർത്ത്. 5ാമതായിക്കൊണ്ട് റഫ്ഉൽ ഹദത്ത്. ഹദത്ത് നീങ്ങണം എന്നാണ്, മാലിന്യങ്ങൾ നീങ്ങണം. എന്താണ്? 2 രീതിയിലുള്ള റഫ്ഉൽ ഹദത്ത് ഉണ്ട്. ഒന്ന് വുദു എടുക്കുക, മറ്റൊന്ന് കുളിക്കുക. വുദു ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വുദു എടുക്കണം, കുളി നിർബന്ധമാകുന്ന അവസ്ഥയിൽ കുളിക്കണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു സ്വലാത അഹദികും ഇദാ അഹ്ദസ ഹത്താ യതവല്ല. ഒരാൾക്ക് വുദു എടുക്കേണ്ട അവസ്ഥ ഉണ്ടായി, വുദു എടുക്കേണ്ട അവസ്ഥയുണ്ടായാൽ ആ വുദു എടുക്കാതെ ഒരാൾ നമസ്കരിച്ചാൽ അല്ലാഹ് അയാളുടെ നിസ്കാരം സ്വീകരിക്കുകയില്ല എന്നാണ്. അതുപോലെ തന്നെയാണ് കുളിക്കേണ്ട അവസ്ഥയുണ്ടായാൽ ഇദാ അഖ്ബലത്തിൽ ഹൈദതു ഫദഇ സലാ ഫഇദാ അദ്ബറത്തിൽ ഹൈദതു ഫഖ്തസിരി വസല്ലി. റസൂലിന്റെ അടുത്ത് വന്നിട്ട് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, റസൂലേ, ഞങ്ങൾക്ക് ഹൈദ് ബാധിച്ചിട്ടുണ്ട്, ഞങ്ങൾ എങ്ങനെ നിസ്കരിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൈദ് ബാധിച്ചാൽ നമസ്കാരങ്ങൾ അവിടെ ഒഴിവാക്കുക. ആ ഹൈദ് നിലച്ചാൽ നിങ്ങൾ അതിനുശേഷം കുളിച്ചുകൊണ്ട് പിന്നീട് നമസ്കരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾക്ക് വുദു ആണ് നിർബന്ധമെങ്കിൽ ആ സമയത്ത് വുദു എടുക്കണം. വുദു ഇല്ലാതെ ഒരാളുടെ നമസ്കാരം സ്വീകരിക്കുകയില്ല. കുളിക്കേണ്ട അവസ്ഥയുണ്ടായാൽ കുളിക്കണം, അതിനുശേഷം മാത്രമേ നമസ്കരിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ്. ഇവിടെയാണ് നമുക്ക് മറ്റൊരു മസാല ചർച്ച ചെയ്യേണ്ടത്. ഒരാൾ നമസ്കരിക്കുന്ന സമയത്താണ് അയാൾക്ക് ഓർമ്മ വന്നത്, എനിക്ക് ഈ വുദു നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. നമസ്കരിക്കുന്ന സമയത്താണ് അയാൾക്ക് ഓർമ്മ വന്നതെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അയാൾ ആ നിസ്കാരം അവിടെ ഒഴിവാക്കണം, പിന്നീട് പോയി ആ വുദു എടുത്തുകൊണ്ട്, അതല്ലെങ്കിൽ കുളിക്കേണ്ട അവസ്ഥയാണെങ്കിൽ തിരിച്ചയാൾ വന്നുകൊണ്ട് കുളിച്ചുകൊണ്ടായിരിക്കണം പിന്നീട് നിസ്കരിക്കേണ്ടത് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ നമസ്കരിക്കാൻ നിൽക്കുകയാണ്, ഇഖാമത്ത് കൊടുത്ത്. ആ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ വീട്ടിലേക്ക് മടങ്ങി ഒരല്പസമയം കഴിഞ്ഞ് റസൂലുള്ളാഹി തിരിച്ചു വന്നു എന്നാണ് ഹദീസിൽ കാണാം. സഹാബാക്കൾ പറയുന്നു, റസൂലുള്ളാഹിയുടെ മുടിയിൽ നിന്നെല്ലാം വെള്ളം ഒറ്റി വീഴുന്നുണ്ട്. എന്തേ? റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ കുളിക്കാൻ നിർബന്ധമായ അവസ്ഥയിലായിരുന്നു, ജനാബത്തുകാരനായിരുന്നു, ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹി കുളിച്ച് തിരിച്ചു വന്നു എന്നാണ്. അതുവരെ ഇഖാമത്ത് കൊടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അതിനൊരു പാടുണ്ട്. ഇഖാമത്ത് കൊടുത്ത് അപ്പൊ തന്നെ നിസ്കാരം തുടങ്ങണം എന്നല്ല. ഇമാം ഉണ്ടെങ്കിൽ ഇമാമിനാണ് അവിടെ ബാധ്യത ഉള്ളത്. ഇമാമിനെ കുറച്ചേരൊക്കെ കാത്തിക്കണം. ബാക്കിയുള്ള ബാക്കിലുള്ള ആളുകൾ ഇങ്ങനെ വന്നിട്ട് ഒച്ചപ്പാട് ഉണ്ടാക്കല്ലേ വേണ്ടത്. കുറച്ചേരൊക്കെ കാത്തിക്കുക. ഇഖാമത്ത് കൊടുത്ത ഉടനെ തന്നെ നിസ്കരിക്കണം, അങ്ങനെ ഒരു മസലൊന്നും ഇസ്ലാമിലില്ല. കുറച്ചേരം കാത്തുനിന്ന് റസൂലിനെ കാത്തുന്ന ഹദീസിൽ, ആ ഒരു ഹദീസിൽ നമുക്ക് കൃത്യമായി അതൊരു പാടുണ്ട്. അത് ഈ ഒരു ഹദീസിന്റെ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമല്ല, ഇനി ഒരാൾക്ക് നിസ്കാരം കഴിഞ്ഞു, ഒരാളുടെ നിസ്കാരം അവസാനിച്ച ശേഷമാണ് അയാൾക്ക് ഓർമ്മ വന്നത്, ഞാൻ വുദു ഇല്ലാതെയാണല്ലോ നിസ്കരിച്ചത്, കുളിയില്ലാതെയാണല്ലോ ഞാൻ നിസ്കരിച്ചത് എന്ന് അയാൾക്ക് ഓർമ്മ വന്നാൽ അയാൾ എന്ത് ചെയ്യണം? ആ സമയത്തും അയാൾ വീണ്ടും ആദ്യം ഒന്ന് നിസ്കരിക്കണം എന്നാണ്. ഇനി ഒരാൾക്ക് ആ ഒരു സമയം കഴിഞ്ഞിട്ടല്ല 2 ദിവസവും 3 ദിവസവും കുറെ കാലങ്ങൾക്ക് ശേഷമാണ് അയാൾക്ക് ഓർമ്മ വരുന്നത്, ഇന്ന സമയത്ത് ഞാൻ നമസ്കരിച്ചത് വുദു ഇല്ലാതെയാണല്ലോ, കുളിയില്ലാതെയാണല്ലോ എന്ന് അയാൾക്ക് ഓർമ്മ വന്നാൽ എന്ത് ചെയ്യണം? അയാൾക്ക് കൃത്യമായി അറിയാം, ഇത്ര നിസ്കാരങ്ങൾ എനിക്ക് വുദു ഇല്ലാതെയാണ് നഷ്ടപ്പെട്ടതെന്ന് അയാൾക്ക് ഓർമ്മ വന്നാൽ അത്രയും എണ്ണം അയാൾ ഖളാ വീട്ടണം, അയാൾ വീണ്ടെടുക്കണം എന്നാണ്.
എന്നാൽ അയാൾക്ക് കൃത്യമായിട്ട് ഓർമ്മയൊന്നുമില്ല, കുറേ നിസ്കാരങ്ങൾ പോയിട്ടുണ്ട് എന്നാണെങ്കിൽ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, അയാൾ നിസ്കാരം അത് വീട്ടുക എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അതുകൊണ്ട് തൗബ ചെയ്യുക, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക എന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും. ഇനി സംഭവിച്ചതൊക്കെ നമുക്കാണ്. പക്ഷേ ഇനി സംഭവിക്കുന്നത് ഒരു ഇമാമിനാണെങ്കിലോ, നമസ്കാരം കഴിഞ്ഞ് ഇമാം സൂചിപ്പിക്കുന്നു, എനിക്ക് വുളൂ ഉണ്ടായിരുന്നില്ല, അല്ല ഞാൻ കുളിക്കേണ്ട ആളായിരുന്നു, എന്റെ നിസ്കാരം അത് ബാത്തിലായിട്ടുണ്ട്, അത് മഅ്മൂമിങ്ങളെ ബാധിക്കൂല, മഅ്മൂമിങ്ങളുടെ നിസ്കാരം അത് ശരി തന്നെയാണ്, ഇമാം ആ നിസ്കാരം വീണ്ടും നിസ്കരിക്കണം, എന്നാൽ അത് മഅ്മൂമിങ്ങളുടെ നിസ്കാരത്തെ ഒരിക്കലും ബാധിക്കുകയില്ല എന്നാണ്. ഈ തരത്തിൽ നമ്മുടെ ആ റഫഉൽ ഹദസ് അത് നീങ്ങിയിരിക്കണം, ഒന്നെങ്കിൽ വുളൂ അതല്ലെങ്കിൽ കുളി നിർബന്ധമാകുന്ന അവസ്ഥ, ഇത് രണ്ടിൽ നിന്നും നമ്മൾ ശുദ്ധിയായിരിക്കണം എന്നാണ്. ആറാമത്തേത് ഇസാലത്തുൻ നജാസ, നജസിൽ നിന്ന് നമ്മുടെ ശരീരം, വസ്ത്രം, സ്ഥലം ഇതെല്ലാം മുക്തമായിരിക്കണമെന്നാണ്. ആ നജസിനെ കൃത്യമായി കൊണ്ട് നീക്കിക്കളയാൻ ശ്രദ്ധിക്കണമെന്നാണ്. എന്റെ ശരീരത്തിൽ നിന്ന് ആ നജസിനെ നീക്കിക്കളയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഖബറിനെ ചൂണ്ടി റസൂലുള്ളാഹി പറഞ്ഞു, ഈ ഖബറിലുള്ള രണ്ടാളുകൾ അവര് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ കരുതും പോലെ വലിയ വലിയ കാര്യമല്ല ഇവര് ഈ ഒരു ശിക്ഷ അനുഭവിക്കാൻ കാരണം, ചെറിയ കാര്യ. എന്താ കാരണം? അവർ മൂത്രമൊഴിച്ചതിന് ശേഷം ശുചിയാക്കിയിട്ടില്ല, കൃത്യമായി ശുചിയാക്കിയിട്ടില്ല എന്നാണ്. അത് ശരീരത്തിലൊക്കെ പറ്റിപ്പിടിച്ച്, അതുകൊണ്ടാണ് അയാൾ നമസ്കരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ നമസ്കാരം സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ആ ശരീരത്തിലുള്ള നജസ് എന്തെങ്കിലും ഉണ്ടോ അതിനെ നീക്കം ചെയ്യണമെന്നാണ്. നജസ് എന്ന് പറഞ്ഞാല് രക്തം, അതുപോലെ മൂത്രം, അതുപോലെ ചലം, ഛർദ്ദിച്ചത്, ഇതുപോലുള്ള വസ്തുക്കളാണ്. നമ്മുടെ നാട്ടിലുള്ള ചെളിയും അതുപോലുള്ള വസ്തുക്കളൊന്നും അതൊന്നും നജസല്ല. അത് നമ്മുടെ വസ്ത്രത്തിലോ ശരീരത്തിലോ ആയാൽ ഒന്ന് കഴുകിയാൽ മതി. ഇനി കഴുകിയിട്ടില്ലെങ്കിൽ പോലും അതൊന്നും നിസ്കാരത്തെ ബാധിക്കൂല. എന്നാൽ അതല്ലാത്ത രക്തം, ചലം, ഛർദ്ദിച്ചത് പോലുള്ള നജസുകൾ, അതിനെയാണ് നജസ് എന്ന് പറയുക. അത് കൃത്യമായി കൊണ്ട് നമ്മൾ നമസ്കരിക്കുന്ന സ്ഥലത്ത്, വസ്ത്രത്തിൽ, ശരീരത്തിൽ ഇല്ല എന്ന് നമ്മൾ കൃത്യമായി നോക്കണമെന്നാണ്. ഇനി ഒരാൾ അതൊന്നും ശ്രദ്ധിച്ചില്ല, എന്നാൽ നമസ്കരിക്കുന്നതിന്റെ ഇടയിലാണ് അയാൾ കണ്ടത്, റുകൂയിലേക്ക് പോയപ്പോഴാണ് പാന്റിൽ അല്ലെങ്കിൽ വസ്ത്രത്തിൽ അയാൾ നജസ് കണ്ടത്. എന്ത് ചെയ്യണം? അയാൾക്ക് അപ്പോൾ തന്നെ അത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അപ്പോൾ അത് ചെയ്യാം. നമസ്കാരത്തിൽ തന്നെ അതിനെടുത്തു മാറ്റാൻ സാധിക്കുമെങ്കിൽ, അതിനെ കളയാൻ സാധിക്കുമെങ്കിൽ കളയാമെന്നാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ചെരുപ്പിട്ടിട്ടാണ് നമസ്കരിക്കുന്നത്. അന്ന് മണലാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് അഴിച്ചു വെച്ചു എന്നാണ്. ഇത് കണ്ട് ബാക്കിലുള്ള സ്വഹാബാക്കളെല്ലാം അവരും ചെരുപ്പ് അഴിച്ചു വെച്ചു. നമസ്കാര ശേഷം റസൂൽ ചോദിക്കുന്നുണ്ട്, എന്തേ സ്വഹാബാക്കളെ നിങ്ങൾ അഴിച്ചു വെച്ചത്? റസൂലെ, നിങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടാ ഞങ്ങളും ചെയ്തത്. എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, റസൂലെ, താങ്കളുടെ ചെരുപ്പിന്റെ അടിയിൽ നജസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അഴിച്ചു വെക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് റസൂൽ മാറ്റി വെച്ചത്. അതുകൊണ്ട് നജസ് അത് നമുക്ക് വേഗത്തിൽ നമുക്ക് മാറ്റാൻ സാധിക്കുമെങ്കിൽ അത് അപ്പോൾ തന്നെ മാറ്റാം. എന്നാൽ മാറ്റാൻ സാധിക്കുന്നില്ലേ, നമ്മൾ ആ നമസ്കാരം അതിനെ മുറിച്ചുകൊണ്ട് പിന്നീട് ആ നജസ് കളഞ്ഞിട്ട് വേണം തിരിച്ചു വരാൻ എന്ന് ഈ ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ്, എന്നാൽ നമസ്കാര ശേഷമാണ് ഒരാൾക്ക് ഈ വിഷയത്തിൽ ഓർമ്മ വന്നതെങ്കിൽ അത് അയാളുടെ നമസ്കാരത്തെ ബാത്തിലാക്കുകയില്ല എന്നാണ്. നിസ്കാര ശേഷമാണ് അയാൾ നജസ് ഉള്ളതായി കൊണ്ട് കണ്ടത്. ചിലപ്പോൾ ചില സമയത്തൊക്കെ ചെറിയ കുട്ടികളൊക്കെ എടുത്ത് മൂത്രമായിട്ടുണ്ടാകും. നമ്മൾ പിന്നീട് മാറ്റാം എന്ന് കരുതി മറന്നുപോകും. പിന്നീട് നമസ്കാരಕ್ಕೆ ശേഷം പിന്നീട് തിരിച്ചു പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഓർമ്മ വരുമ്പോൾ പിന്നീട് ആ നമസ്കാരം വീട്ടേണ്ടതുണ്ടോ? അതിന്റെ ആവശ്യമില്ല എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കുന്നത്. ഏഴാമത്തേത് സത്റുൽ ഔറ, ഔറത്ത് മറക്കുക. ഔറത്ത് മറക്കുക എന്നുള്ളതാണ് ഏഴാമത്തെ ശർത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. പള്ളിയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുക? ഏറ്റവും നല്ല സീനത്തിനെ സ്വീകരിക്കുക, ഔറത്ത് സ്വീകരിക്കുക. എന്താണ് ഔറത്ത്? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മുട്ടുപുക്കളിന്റെ ഇടയിലുള്ള ഭാഗമാണ് ഔറത്ത്. മുട്ടിന്റെയും പുക്കളിന്റെയും ഇടയിലുള്ള ഭാഗമാണ് ഔറത്ത്. മുട്ട് ഔറത്തല്ല, പുക്കളിന്റെ ഭാഗം ഔറത്തല്ല, അതിനിടയിലുള്ള ഭാഗമാണ്. ഒരാൾക്ക് ആ ഭാഗം ഒരല്പം മുകളിലേക്ക് നീങ്ങി മുട്ട് കാണുന്നുണ്ട്, അത് ഔറത്ത് വെളിയാവില്ല. പുക്കൾ കാണുന്നുണ്ട്, അത് ഔറത്ത് വെളിവാകലല്ല. അതിന്റെ ഇടയിലുള്ള ഭാഗം വെളിവായാൽ മാത്രമേ ഔറത്ത് വെളിവാകൂ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിൽ അവർ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഭാഗവും, അത് ചില സ്ത്രീകളൊക്കെ നമസ്കരിക്കുമ്പോൾ കാലും കാണാൻ പാടില്ല.
ആ കാല് കാണാതിരിക്കാൻ സോക്സ് ധരിക്കണം. ആ തരത്തിലുള്ള അവിടെയുള്ള ഔറത്ത് മറക്കാൻ എന്താണോ ഭാഗ്യമുള്ളത് ആ സ്ഥലത്ത് എന്തെല്ലാം സ്വീകരിക്കാൻ പറ്റുമോ അത് സ്വീകരിക്കണമെന്നാണ്. അതുകൊണ്ട് പുരുഷന്മാർ ആ രീതിയിലും സ്ത്രീകൾ ആ രീതിയിലും ഔറത്ത് കൃത്യമായി കൊണ്ട് മറച്ചിരിക്കണമെന്നാണ്. ഇനി ആ വിഷയത്തിൽ തന്നെ ഒരു മസാല സൂചിപ്പിക്കാനുള്ളത്, നമസ്കാരത്തിനിടയിൽ ഒരാളുടെ ഔറത്ത് നീങ്ങിയാൽ, നമസ്കാരത്തിനിടയിൽ ചിലപ്പോൾ എന്തെങ്കിലും ആ ഭാഗത്തൊന്ന് വസ്ത്രം നീങ്ങിപ്പോയാൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് 3 തരത്തിലാണ്. ഒന്നാമത്തേത്, അയാളുടെ ഔറത്ത് നീങ്ങിയത് അയാൾ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. മനഃപൂർവ്വമാണ് ഔറത്ത് നീക്കിയതെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. എന്നാൽ അയാൾ മനഃപൂർവ്വമല്ല, അറിയാതെയാണ്. ഈ അറിയാതെ നീങ്ങിയത് തന്നെ ഒരു ചെറിയ ഭാഗമേ നീങ്ങിയിട്ടുള്ളൂ. ചെറിയ ഭാഗം അത് കുറേ നേരം നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രശ്നമല്ല. എന്നാൽ നേരെ മറിച്ച് അയാളുടേത് ഒരു വലിയ ഭാഗം നീങ്ങിയിട്ടുണ്ട്, അതൊരു കുറച്ചു നേരം നീങ്ങി വേഗത്തിൽ തന്നെ ഔറത്തിനെ മറച്ചിട്ടുണ്ട്, അതും പ്രശ്നമില്ല. എന്നാൽ ഒരു വലിയ ഭാഗം അത് കുറേ നേരം ഔറത്ത് വെളിവായാൽ ആ നിസ്കാരത്തെ ബാത്തിലാക്കുമെന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൃത്യമായി പഠിക്കുക. നമ്മുടെ നമസ്കാരത്തെ ബാത്തിലാക്കുന്ന വിഷയങ്ങളാണ്. വിഷയങ്ങളെല്ലാം കൂടുതൽ പഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. നമസ്കാരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഷർത്തുകളാണ് നാം പറഞ്ഞു വന്നത്. 9 ഷർത്തുകളാണ് നമസ്കാരത്തിന് ഉള്ളത്. ഒന്നാമതായി സൂചിപ്പിച്ചത് അയാൾ ഇസ്ലാമിലായിരിക്കണം. രണ്ടാമത്തേത്, ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചാണ് നിസ്കാരം നിർബന്ധമുള്ളത്. മറ്റൊന്ന്, അയാൾക്ക് വകതിരിവുണ്ടായിരിക്കണം. മറ്റൊന്നാണ്, അയാൾ നമസ്കരിക്കുമ്പോൾ കൃത്യമായി അയാൾക്ക് നിയ്യത്തുണ്ടായിരിക്കണം. അഞ്ചാമത്തേത്, അയാൾ ഹദസിൽ നിന്ന് മുക്തമായിരിക്കണം. അയാൾക്ക് വുദൂവോ അല്ലെങ്കിൽ കുളിയോ ബാധ്യതയുണ്ടെങ്കിൽ അത് നിർവഹിച്ചിരിക്കണം. മറ്റൊന്നാണ്, ആറാമത്തേത്, നജസിൽ നിന്ന് കൃത്യമായി മുക്തമായിരിക്കണം. ഏഴാമത്തേത്, ഔറത്ത് മറച്ചിരിക്കണം. എട്ടാമത്തേത്, ഇസ്തിഖ്ബാലുൽ ഖിബ്ല, അയാൾ ഖിബ്ലക്ക് മുന്നിട്ടായിരിക്കണം നമസ്കരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈസു മാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞായിരുന്നു നമസ്കരിച്ചിരുന്നത്. ആ സമയത്ത് പ്രവാചകന് വല്ലാത്ത ആഗ്രഹം കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ ആക്കിയിരുന്നെങ്കിൽ എന്ന് പ്രവാചകന് വല്ലാത്ത ആഗ്രഹം. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയത്, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നിന്റെ നമസ്കരിക്കുമ്പോൾ നിന്റെ മുഖവും ഹൃദയമെല്ലാം മസ്ജിദുൽ ഹറമിലേക്ക്, കഅബയുടെ ഭാഗത്തേക്ക് നിങ്ങൾ തിരിച്ചു കൊള്ളുക. അത് നിങ്ങൾ ലോകത്തെവിടെയാണെങ്കിലും ആ കഅബയിലേക്കായിരിക്കണം നിങ്ങളുടെ ഖിബ്ല, അവിടേക്ക് തിരിഞ്ഞായിരിക്കണം നമസ്കരിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചു എന്നാണ്. ഇതാണ് എട്ടാമത്തെ ഷർത്തായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഖിബ്ല ഒരിക്കലും തെറ്റാൻ പാടില്ല. ഏതവസ്ഥയിലാണെങ്കിലും തെറ്റാൻ പാടില്ല. അത് ചില സമയത്ത് ഇനി നമുക്കറിയാത്തൊരു പ്രദേശമാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഏത് സ്ഥലത്താണെങ്കിലും നമുക്കറിയാം ഇന്ന ഭാഗത്തേക്കാണ് ഖിബ്ല എന്നാൽ ഒരു യാത്രയിലാണ്, നമുക്കറിയാത്ത പ്രദേശത്താണ്, അവിടെ ഇറങ്ങി നമ്മൾ എങ്ങനെ ഖിബ്ല കണ്ടുപിടിക്കും? അറിയാനുള്ള പല മാർഗങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ നോക്കി, എന്നിട്ടൊന്നും നമുക്കറിയുന്നില്ല. ഒരു സൂചന വെച്ച് നമ്മൾ ചെയ്താൽ അത് മതി. എന്നാൽ നേരെ മറിച്ച് നമ്മൾ അവിടെ ഇറങ്ങി ഒന്നും നോക്കാതെ ആ ഖിബ്ലയിലേക്ക് ഇതന്നെ ആയിരിക്കുമെന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു? നമ്മുടെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ആ ഖിബ്ലയിലേക്കാണ് തിരിഞ്ഞ് നമസ്കരിച്ചാൽ പിന്നീട് അറിയുന്നു അതല്ല ഖിബ്ല എങ്കിൽ അയാൾ മാറ്റി നിസ്കരിക്കണം. നമ്മൾ കൃത്യമായി അന്വേഷിച്ച് അവസാനത്തിലാണ് അയാൾ ആ ഖിബ്ലയിലേക്ക് തിരിഞ്ഞതെങ്കിൽ പിന്നീട് തെറ്റിയാലും പ്രശ്നമില്ല. എന്നാൽ ഒരു അന്വേഷണവും ഇല്ലാതെ വെറുതെ ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ചെയ്തതെങ്കിൽ ആ നമസ്കാരം അയാൾ മാറ്റി നമസ്കരിക്കണമെന്നാണ്. ഇനി നേരെ മറിച്ച് നമസ്കരിക്കുന്ന സമയത്താണ് ഖിബ്ല മാറിയിട്ടുണ്ട് എന്ന് ഒരാൾ വന്ന് നമ്മോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമസ്കാരം മുറിക്കേണ്ട ആവശ്യമില്ല. ആ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ എവിടെയാണോ ഖിബ്ല അവിടേക്ക് തിരിഞ്ഞാൽ മതി. നേരെ തിരിച്ചാണെങ്കിൽ ആ നമസ്കാരത്തിൽ തന്നെ നേരെ തിരിഞ്ഞു നിന്നാൽ ആ ഖിബ്ല ശരിയായി. ആ നമസ്കാരം അതിനെ മുറിച്ചുകൊണ്ട് വീണ്ടും നമസ്കരിക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അവസാനത്തേത് ദുഖൂലുൽ വഖ്ത്, സമയമാകണമെന്നാണ്. സമയമാകാതെ നമസ്കരിക്കാൻ
പാടില്ല. അത് ഏത് സമയത്താണെങ്കിലും, യാത്രയിലാണെങ്കിലും മറ്റേത് സന്ദർഭത്തിലും സമയമായി എന്നറിഞ്ഞാൽ ആ സമയത്താണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. അതല്ലാതെ നമസ്കാരത്തിന്റെ സമയമാകുന്നതിന് മുമ്പ് ഒരാൾ നമസ്കരിച്ചാൽ അയാളുടെ നമസ്കാരം സ്വീകരിക്കുകയില്ല എന്നാണ്. നമസ്കാരത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്ന സമയം എന്നല്ല, അതിൽ അള്ളാഹു നിശ്ചയിച്ച സമയമുണ്ട്. സൂര്യനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കൃത്യമായ ഓരോ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയമാണ് ഉദ്ദേശം. അല്ലാതെ ബാങ്ക് കൊടുക്കുക എന്നുള്ളത് അത് ആളുകളെ സമയമായി അറിയിക്കാനുള്ളൊരു സൂചനയാണ്. അതല്ലാതെ അതിന്റെ സമയമല്ല ബാങ്ക് എന്നുള്ളത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിഷയങ്ങളെല്ലാം കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ നമസ്കാരത്തെ സ്വീകരിക്കുക. എങ്കിലേ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുള്ള പ്രതിഫലം, അള്ളാഹു നമ്മിൽ നിന്നുള്ള ആ നമസ്കാരം അത് സ്വീകരിക്കുകയുള്ളൂ എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല വിഷയം കൂടുതലായി പഠിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ادخلنا الجنه اللهم ادخلنا الجنه اللهم ادخلنا الجنه اللهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم والحمد لله رب العالمين.